ഹലോ എവ്രി വൺ, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ന്യൂ എസ് ടി സീരീസിലെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡിൽ വരുന്ന സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ചാപ്റ്റർ ആണ് ഇപ്പോൾ പഠിക്കുന്നത്, അറിയാലോ. ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന ഈ ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മൾ ഭരണഘടനയെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ഭവ വികാസങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. പേര് പോലെ തന്നെ ഭരണഘടന വഴിയും വഴികാട്ടിയും. ഇവിടെ ആദ്യം നമുക്ക് നൽകിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ വാക്യമാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതുപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. 1931 യങ് ഇന്ത്യയിലെ മഹാത്മാഗാന്ധി നൽകിയിട്ടുള്ള ഉദ്ധരണിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ആശയം വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത്? ഭാവി ഇന്ത്യയെക്കുറിച്ച്, ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ ഏതെല്ലാം തരത്തിലുള്ള ആശയങ്ങളാണ് ഉണ്ടാകണമെന്ന് മഹാത്മാഗാന്ധിജി ആഗ്രഹിച്ചിട്ടുള്ളത്. ഇവിടെ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം: പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം, സ്വാതന്ത്ര്യം, ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടാകണം എന്നിവിടെ മഹാത്മാഗാന്ധി അനുശാസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെ? അങ്ങനെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഭരണഘടനയിലേക്കുള്ള ഒരു കാൽവയ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗത്തിലുള്ള ആളുകൾ ഈ ഒരു സമരത്തിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായി. ഇതായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. അങ്ങനെ ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അത്തരത്തിൽ രൂപപ്പെട്ട പ്രാദേശിക സംഘടനകൾക്ക് ഉദാഹരണമാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ തുടങ്ങിയവയൊക്കെ. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അങ്ങനെ INC രൂപപ്പെട്ടതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവരികയാണ് ചെയ്തത്. അങ്ങനെ രൂപപ്പെട്ട ഈ ഒരു പ്രക്ഷോഭത്തിന് സംഘടിത മാനം കൊണ്ടുവന്നപ്പോൾ എന്തു സംഭവിച്ചു? ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെല്ലാം ഒന്നായി ചേരുകയും അവയ്ക്കെല്ലാം ഒറ്റ ലക്ഷ്യമായി മാറുകയും ചെയ്തു. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക എന്നിവയൊക്കെയായിരുന്നു. ഇത് കൂടാതെ ഇത്തരത്തിൽ വിദേശ ഭരണം ഒഴിവാക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോഴും ഇത് മാത്രമായിരുന്നില്ല. മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ മനുഷ്യനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോരുന്നത്. ഇവിടെ പറഞ്ഞ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ മിതവാദികളോ അതുപോലെ തീവ്ര ദേശീയവാദികളോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ആശയങ്ങൾ കാലം പോകെ പോകെ മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും അടിസ്ഥാനപരമായി ചില ആശയങ്ങളും മൂല്യങ്ങളും ഉണ്ടായിരുന്നു. അവ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ ഘട്ടമാണ് നമ്മൾ പറഞ്ഞ ഗാന്ധിയൻ എറ എന്ന് പറയുന്നത്, ഗാന്ധിജി വന്നതിന് ശേഷം. അങ്ങനെ ഗാന്ധിജിയുടെ വരവോടുകൂടി
സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നു. അതുവരെ നമുക്കൊരു നേതാവ് ഉണ്ടായിരുന്നില്ല, അതിനുശേഷമാണ് നേതാവ് വരുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ വരവോടുകൂടി ഒരു ബഹുജന സ്വഭാവം വന്നു. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടത് എന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിക്കത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ചരിത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. നമുക്കിതൊന്ന് കൺസോൾഡേറ്റ് ചെയ്ത് പറയുമ്പോൾ 3 പാർട്ടായിട്ട് പറയാം. ഒന്ന്, ഈ പറഞ്ഞ ആദ്യത്തെ ബഹുജന സമരവുമായി ബന്ധപ്പെട്ട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒന്നാമത് ഇത് ആദ്യത്തെ ബഹുജന സമരമായിരുന്നു. രണ്ടാമത് ഇവിടെ സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ ഇവിടെ പങ്കെടുത്തു. അവിടെ ചെറിയൊരു യൂണിറ്റ് പോലെയൊക്കെ വന്നു. മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളരുന്നതിന് ഇവിടെ ഒരു ദേശീയ ബോധത്തിലേക്കുള്ള ഒരു കാൽവയ്പ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1857 കലാപത്തെ തുടർന്നുകൊണ്ട് മതസൗഹാർദ്ദത്തിലൂന്നിക്കൊണ്ട് ഒരു ദേശീയ ബോധം ഇവിടെ വളരുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൂടാതെ പ്രാദേശിക സംഘടനകളുടെ പ്രവർത്തനം ശക്തിപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ പല പല ആവശ്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ പ്രാദേശിക രീതിയിലുള്ള സംഘടനകളും ഇവിടെ രൂപപ്പെട്ടു. പ്രാദേശിക സംഘടനകളുടെ രൂപീകരണവും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അവിടെ ഒരു യൂണിറ്റിയിലേക്കുള്ള ആദ്യ കാൽവയ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത് നമുക്ക് പറയാം INCയുടെ രൂപീകരണം. INC ഇവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപപ്പെടുകയാണ്. ദേശീയ തലത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ സംഘടനയാണ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം നടക്കുന്ന സമയത്ത് ദേശീയ തലത്തിൽ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആദ്യ സംഘടന എന്ന പേരാണ് ഇതിന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കപ്പെടുകയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് സംഘടിത മാനം കൈവരികയും ചെയ്ത INCയുടെ രൂപീകരണത്തോടെയാണ്. അങ്ങനെ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ INCയുടെ രൂപീകരണം കാരണമായിട്ടുണ്ട്. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയ ബോധം കുറച്ചുകൂടി ശക്തമായി തന്നെ വേണം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ശക്തമായി ദേശീയ ബോധം വളരുന്നത് INCയുടെ രൂപീകരണത്തിന് ശേഷമാണ്. അതിനുശേഷമാണ് ഗാന്ധിജിയുടെ ആഗമനം. ഗാന്ധിജിയുടെ ആഗമനം വന്നപ്പോഴേക്കും നമുക്കൊരു നേതാവ് വന്നു. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജനാധിപത്യം എന്നൊരു ആശയം, ആവശ്യമായി തുടങ്ങി. ആ ഒരു ആവശ്യം ശക്തമായി തുടങ്ങി ഗാന്ധിജിയുടെ ആഗമനത്തിന് ശേഷം. ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഗാന്ധിജിയുടെ വരവിന് ശേഷമാണ്. സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നിവയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളായിട്ട് മാറുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബഹുജന അടിത്തറ കൂടുതൽ ശക്തമാവുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് വെച്ച് ഭരണഘടനാ നിർമ്മാണം എന്നൊരു ആശയം കൂടുതൽ ശക്തമായി വന്നു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. ക്ലിയർ ആണോ ഇപ്പോ? ഇവിടെ നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാകും. വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. അത്രയും കാര്യങ്ങളെല്ലാം ആവശ്യമുള്ളതുകൊണ്ട് ഇവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ ഒരു ആവശ്യങ്ങളൊക്കെ നടപ്പാക്കുകയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾക്ക് ഉറപ്പുവരുത്തണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം, സാഹോദര്യം, ജനങ്ങൾക്കിടയിൽ സാഹോദര്യം ഉറപ്പുവരുത്തണം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ക്ഷേമം ഉറപ്പുവരുത്തണം. ഇത്തരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, സ്വാതന്ത്ര്യം നേടുക എന്നതിനും അപ്പുറം മെച്ചപ്പെട്ട ഒരു സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക ജീവിതം ഉറപ്പുവരുത്തുക എന്നതും ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമായിരുന്നു. അല്ലെ? സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം പോലെയുള്ള ആശയങ്ങളും മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ച് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ നേതാക്കൾ മുന്നോട്ട് നയിക്കുമ്പോൾ ഇവിടെ ഒരു മെച്ചപ്പെട്ട സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക ജീവിതം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവും മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഭരണഘടനയുടെ മുൻഗാമി എന്തായിരുന്നു? ഭരണഘടന വരുന്നതിന് മുന്നേ ഇവിടെ ഈ ഒരു കുട്ടി ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം.
1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അപ്പോ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? ഇതൊരു പൊതു സംശയമല്ലേ? അപ്പൊ അതിനുള്ളൊരു ഉത്തരത്തിലേക്കാണ് നമ്മളിവിടെ കടന്നു പോകുന്നത്. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൗൺസിൽസ് ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവയുടെ ഒരു അടിസ്ഥാന ഐഡിയ നമുക്കുണ്ട്. ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ആശയങ്ങൾ കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവയിൽ നമ്മുടെ ഭരണഘടനയിൽ പല ആശയങ്ങളും വ്യവസ്ഥകളും ഒക്കെ നമ്മൾ ഈ ഒരു നിയമത്തിൽ നിന്ന്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. 1950 ജനുവരി 26 അങ്ങനെ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഇവിടെ നൽകിയിട്ടുള്ളതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകളാണ് നൽകിയിട്ടുള്ളത്. 321 ഭാഗങ്ങളും 10 പട്ടികകളുമാണ് നൽകിയിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച നിയമമാണ് ഈ പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഈ ഒരു നിയമത്തില് 321 ഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഉൾപ്പെടുന്നത്. ഇത്രത്തോളം ഭാഗങ്ങളും 10 പട്ടികകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയോളം തന്നെ വലിപ്പം ഉണ്ടായിരുന്ന, രൂപീകരണ സമയത്തെ ഭരണഘടനയോളം തന്നെ നമുക്ക് വിഭാഗങ്ങളും പട്ടികകളും ഒക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ നിയമത്തിൽ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റൊരു സവിശേഷതയാണ് കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു നൽകിയിട്ടുണ്ട്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളും അനുവദിച്ച് ഈ ഒരു നിയമം നൽകുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയെയും നാട്ടുരാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഫെഡറൽ സംവിധാനം അവതരിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ഒരു സ്വയം ഭരണം ഏർപ്പെടുത്തുന്നതിനും കാരണമായിട്ടുള്ള ഒരു നിയമം കൂടിയാണ് ഈ പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ളത്. നിയമത്തിന്റെ സവിശേഷതകളാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് ഏതൊക്കെ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടു എന്നുള്ളതാണ്. ഒന്നാമത് ഗവർണറുടെ പദവി നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ഈ ഒരു നിയമത്തിൽ നിന്നാണ്. ഫെഡറൽ സിസ്റ്റം, അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തര അവസ്ഥ എന്ന ആശയമൊക്കെ നമ്മൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണത്തിലേക്കാണ് കടക്കുന്നത്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായിട്ട് ഒരു നിയമ സംഹിത തയ്യാറാക്കുക എന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ക്യാബിനറ്റ് മിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി മുൻകൈ എടുത്താണ് രൂപീകരിച്ചിട്ടുള്ളത്. അതിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ അംഗങ്ങൾ. അതുപോലെ ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി ചർച്ച നടത്തിയിട്ട് ഇവർ ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണം, അല്ലെങ്കിൽ ഒരു നിയമസംഹിത രൂപീകരിക്കണം എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ഓക്കെ, 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഡിസംബർ 9 ആദ്യത്തെ യോഗം കൂടുന്നത്. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയ ഈ ഒരു സഭയിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കും 93 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങൾക്കുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 93 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളിലെയും അംഗങ്ങളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതില് 15 വനിതകൾക്കും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗത്വം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ എന്നിവരാണ് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തിട്ടുള്ള വനിതകൾ.
ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ വ്യക്തിത്വങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഇതൊക്കെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അടിസ്ഥാന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളാണ് ആദ്യം ഇവിടെ നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു പദസൂര്യൻ പോലെയൊക്കെയാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ സമ്മേളനം ഇപ്പോൾ നമ്മൾ പറഞ്ഞ 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം. ഇതൊക്കെ PYQ ആണ്, ഇതെല്ലാം തന്നെ PYQ ആണ്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയ്ക്ക് വേണ്ടി വന്ന കാലയളവ്, നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. 18 ദിവസം എന്നും കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ SCRT വെച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ 17 ദിവസമാണ്. അപ്പൊ 2 വർഷം 11 മാസം 17 ദിവസം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കരട് രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഈ ഒരു ഭരണഘടന അംഗീകരിച്ച് 1949 നവംബർ 26 ഒപ്പുവെക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെക്കുന്നത് 1949 നവംബർ 26 1949 നവംബർ 26 നിലവിൽ വരുന്നത്, ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് അന്നാണ്. നിലവിൽ വരുന്നത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി. ഇവയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നിർമ്മാണ കാലയളവ് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ചത് 1949 നവംബർ 26 നിലവിൽ വരുന്നത് 1950 ജനുവരി 26 ഈ ഒരു കാലയളവിൽ ഇവിടെ പറഞ്ഞ 2 വർഷം 11 മാസം 17 ദിവസം എന്ന ഈ ഒരു കാലയളവിനിടയിൽ തന്നെ 11 പ്രാവശ്യം സഭ സമ്മേളിക്കുകയും 165 ദിവസം പൂർണ്ണമായും ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കരട് ഭരണഘടനയ്ക്ക് 315 വകുപ്പുകളും 13 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. കരട് ഭരണഘടനയ്ക്ക് 7000-ൽ പരം ഭേദഗതികൾ വരുത്തിപ്പിക്കാനായിട്ട് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തികച്ചും ജനാധിപത്യപരമായ ആശയപ്രകടനത്തിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. അദ്ദേഹമാണ് ഈ കരട് തയ്യാറാക്കുന്നത്. അദ്ദേഹമാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനയുടെ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇന്ത്യയ്ക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് കുറ്റമറ്റ ഒരു ഭരണഘടന നമ്മൾ രൂപീകരിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ അതിനു വേണ്ടിയിട്ട് ധാരാളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദമായ പഠനത്തിന് വിധേയമാക്കുകയും നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ വൈവിധ്യം, നമ്മുടെ ചരിത്ര പാരമ്പര്യം എന്നിവയെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം എന്താണ്? ലോകത്തിലെ തന്നെ മികച്ചതാകണം നമ്മുടെ ഭരണഘടന എന്നത് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു എന്നതുകൊണ്ട്. അങ്ങനെ ഇത്രയേറെ പഠനങ്ങൾ നടത്തി കുറ്റമറ്റതായ ഒരു ഭരണഘടന ഇവിടെ രൂപീകരിക്കപ്പെടുകയാണ്. അത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട നമ്മുടെ ഭരണഘടനയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത്. എന്ന് നിലവിൽ വന്നു? 1950 ജനുവരി 26 നിലവിൽ വന്നു. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു.
PYQ ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ആദ്യം നിലവിൽ വരുന്ന സമയത്ത് 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ ഇവയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നൽകിയിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷത എന്നാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ജനപ്രതിനിധി സഭയാണ് ഈ പറഞ്ഞ പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അധികാരം ഉള്ളത്, നമുക്കറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രപതി, നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം എന്നിങ്ങനെ ഇതിന് 3 ഭാഗങ്ങളുമുണ്ട്. പാർലമെന്റിന്റെ 3 ഭാഗങ്ങൾ. പാർലമെന്ററി ജനാധിപത്യത്തിൽ കാര്യനിർവഹണ വിഭാഗം നയങ്ങളിലും പ്രവർത്തനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കും. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതുമാണ്, അല്ലെ? ഇതിൽ എന്താണ്? നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം എന്നിവയുടെ ഒത്തൊരുമയാണ് ഈ പറഞ്ഞ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതില് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗമായിരിക്കും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്. ഈ സംവിധാനത്തിൽ രാജ്യത്തലവൻ രാഷ്ട്രപതി എന്നും ഭരണകൂടത്തിന്റെ തലവൻ പ്രധാനമന്ത്രി എന്നുമാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത്, ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ക്ലിയർ ആണോ ഇത്? അടുത്തത് ജനങ്ങളുടെ പരമാധികാരം. ഇവിടെ എന്ത് സംഭവിക്കുന്നു? രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉദ്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. നമ്മൾ ആമുഖത്തിലും ഇത് പറഞ്ഞതാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ നമ്മളിൽ നിന്നാണ്, ജനങ്ങളിൽ നിന്നാണ് അധികാരങ്ങളെല്ലാം തന്നെ ഉദ്ഭവിക്കുന്നത് എന്നുള്ളതാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഈ ഒരു ആശയമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ പരമാധികാരം ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നതിനും തിരുത്തുന്നതിനും ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനുമുള്ള അധികാരം പോലും ജനങ്ങൾക്കുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ അടിസ്ഥാനത്തിൽ, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനപ്രതിനിധികളെ സഭയിലേക്കും സംസ്ഥാനത്തിലെ നിയമനിർമ്മാണ സഭകളിലേക്കും തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്ന് ആർട്ടിക്കിൾ 326 പ്രകാരം പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രീതികളൊക്കെ നടക്കുന്നത്. ഇനി മൗലിക അവകാശങ്ങൾ എന്താണ്? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. നമ്മുടെ ഭരണഘടനയില് പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ അനുച്ഛേദങ്ങളിലായിട്ട് മൗലിക അവകാശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, എന്താണ് മാഗ്ന കാർട്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. അതായത് യാതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ എല്ലാ വ്യക്തികൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് ഈ പറഞ്ഞ മൗലിക അവകാശങ്ങൾ. വ്യക്തികളുടെ അന്തസ്സ്, സമത്വം, പൊതു താല്പര്യം, രാഷ്ട്രത്തിന്റെ ഐക്യം എന്നിവയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിനായിട്ട് മൗലിക അവകാശങ്ങൾ വേണം എന്നുള്ളതാണ്. ഈ മൗലിക അവകാശം കൊണ്ടുവരുന്നതിലൂടെ രാജ്യത്ത് സ്വേച്ഛാധിപത്യ ഭരണം ഇല്ലാതാക്കാനായിട്ട് സഹായകമാകുന്നുണ്ട്. ജനങ്ങളുടെ സ്വാതന്ത്ര്യവും പുരോഗതിയും ഒക്കെ മൗലിക അവകാശങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് മൗലിക കടമകൾ. ഇവിടെ നമ്മൾ മൗലിക അവകാശങ്ങളിൽ പറഞ്ഞത് ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക കടമകളിലേക്ക് വരുമ്പോൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലിക കടമകൾ ഭരണഘടനയിലെ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. കർത്തവ്യം, മൗലിക കടമകളും അവകാശങ്ങളും ഒക്കെ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് പരാമർശിക്കുന്നത്. എവിടെ അവകാശങ്ങളുണ്ടോ അവിടെ കർത്തവ്യങ്ങളുമുണ്ട്. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്
രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളത്. ഇത് ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് രാജ്യത്തിന്റെ ഭരണത്തിന് ആവശ്യമായിട്ടുള്ള ഗവൺമെന്റുകളും ഗവൺമെന്റ് ഏജൻസികളും സ്വീകരിക്കേണ്ട തത്വങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. DPSPയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഇവയൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പരാമർശിച്ചിട്ടുള്ള സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം തുടങ്ങിയ മഹത്തായ ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. അടുത്തത് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. നിയമവാഴ്ചയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്, ആരും തന്നെ നിയമത്തിന് അതീതരല്ല എന്ന ആശയമാണ് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിയമവാഴ്ചയ്ക്ക് പ്രത്യേക സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്, ഒരു സുപ്രധാനമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. നീതി, സമത്വം, സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ഇത് നൽകുന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമം എല്ലാത്തിനും ഉപരിയാണ്, ആരും നിയമത്തിന് അതീതരല്ല എന്നുള്ളതൊക്കെയാണ് നിയമവാഴ്ച പ്രധാനമായും ഉറപ്പുവരുത്തുന്ന കാര്യം. അതായത് നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിന്റെ തുല്യ സംരക്ഷണവും ഒക്കെ എല്ലാവർക്കും ലഭിക്കുന്നു എന്നാണ് നിയമവാഴ്ച കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിന് അതിന്റെ പ്രധാനപ്പെട്ട ഘടകമായ ഒന്നാണ് തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പുകൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു നിശ്ചിത പ്രായം പൂർത്തിയാക്കിയിട്ടുള്ള ഏതൊരാൾക്കും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രമാണ്, നിഷ്പക്ഷമാണ്. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. അതായത് ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കാൻ സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ അനിവാര്യമായിട്ടുള്ളതാണ്. നീതിന്യായ വ്യവസ്ഥയെ പരിപൂർണമായി സ്വതന്ത്രമാക്കുന്നതിന് ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറിയെ വേർതിരിച്ചു നിർത്തുന്നതിനുള്ള അതിർവരമ്പ് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ അതിർത്തി നിർണയം വരുത്തിയ ശേഷം നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രമായി തീരാൻ സഹായകമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വേണ്ട വ്യവസ്ഥകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകം എടുത്തു പറയുന്നു, സ്വതന്ത്രവും നിഷ്പക്ഷവുമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. പിന്നീട് പറയുന്ന ഒരു ആശയമാണ് ഫെഡറലിസം എന്നത്. എന്താണ് ഫെഡറലിസം? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനത്തെയാണ് ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിലെ വിവിധ തലത്തിലുള്ള ഗവൺമെന്റുകൾ ഇവ തമ്മിൽ അധികാരം പങ്കിടുന്നതിനെ, അധികാര വിഭജനത്തിനെയാണ് ഫെഡറലിസം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ രാജ്യത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിലും മാത്രം കേന്ദ്രീകരിക്കാതെ കേന്ദ്ര സർക്കാരുകൾക്ക് അതുപോലെ സംസ്ഥാന സർക്കാരുകൾക്ക് ഇങ്ങനെ പ്രത്യേക രീതിയിലുള്ള അധികാര വിഭജനം നൽകുന്ന ഒരു സമീപനമാണ് ഫെഡറലിസം എന്നതിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ലിസ്റ്റുകളിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമൊക്കെ അധികാരം വിഭജിച്ച് നൽകുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ നമ്മുടെ 7ാമത് പട്ടിക പ്രകാരം 3 ലിസ്റ്റുകൾ നിലവിലുണ്ട്. ഇത്തരത്തിൽ അധികാര വിഭജനം ഇവിടെ വ്യക്തമായി നൽകിയിട്ടില്ല. അപ്പൊ ഈ ഒരു ആശയത്തിനെയാണ് നമ്മൾ ഫെഡറലിസം എന്നത് പറയുന്നത്. ഏക പൗരത്വമാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത്. എന്താണ് ഏക പൗരത്വം? നമ്മുടെ രാജ്യത്ത് ഒറ്റ പൗരത്വമേ ഉള്ളൂ. അമേരിക്കയിലേതുപോലെ അമേരിക്കക്ക് 2 പൗരത്വമുണ്ട്. അതുപോലെ ഒന്നും നമുക്ക് മറ്റ് തരത്തിലുള്ള 2 പൗരത്വങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. സംസ്ഥാനത്തിന് ഒരു പൗരത്വം, രാജ്യത്തിന് ഒരു പൗരത്വം, അങ്ങനെയില്ല. നമ്മുടെ രാജ്യത്തിന് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. നമ്മുടെ ഭരണഘടന രാജ്യത്താകമാനം ഈ പറയുന്ന പൗരത്വം എന്ന ഒരു സംവിധാനം ഒന്നേ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് നമ്മൾ ഓരോരുത്തരും ഇന്ത്യൻ പൗരനാണ്. പൗരത്വ പദവിക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രത്യേക അവകാശങ്ങളോടും കൂടി രാജ്യത്തിലെ ഏത് പ്രദേശത്തും നിയമാനുസൃതമായി പൗരനായി തന്നെയാണ് നമ്മളെ അംഗീകരിക്കപ്പെടുന്നത്. അതായത് ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാല അധിവാസം, പ്രദേശ സംയോജനം എന്നിങ്ങനെ
5 തരത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ പൗരത്വം നൽകുന്നത്. പൗരത്വം ഭരണഘടന അനുമതിയായി നമുക്ക് നൽകുന്നത്. ഇങ്ങനെ ഇത് ഇന്ത്യയിൽ ഒട്ടാകെ ഒറ്റ രീതിയിലുള്ള ഒരൊറ്റ പൗരത്വമേ നമുക്ക് അനുവദിച്ച് നൽകുന്നുള്ളൂ. നമ്മൾ ഇന്ത്യയുടെ പൗരനാണ്. ഇവയെല്ലാമാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ. പാർലമെന്ററി ജനാധിപത്യ സംവിധാനമുണ്ട്, ജനങ്ങൾക്ക് പരമാധികാരം നൽകുന്നു, മൗലിക അവകാശങ്ങളും മൗലിക കടമകളുമുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഫെഡറലിസം, ഏക പൗരത്വം. അപ്പോൾ ഭരണഘടനയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി വരികയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് എന്നുള്ളത്. ഭരണഘടന വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാനായിട്ട് കഴിയുള്ളൂ. ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കുന്നതിനായിട്ട് സാധിക്കുള്ളൂ. ഇത്തരത്തിൽ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്താണ്, നിയമത്തിന്റെ വ്യവസ്ഥയാണ് ഈ പറഞ്ഞ ഭരണഘടന എന്നത്. അതായത് ഭരണഘടന നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. ഈ നിയമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, കൂടുതലും കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം കുട്ടികളുടെ അവകാശങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്? ഒന്നാമതായിട്ട് നമുക്ക് പറയാം, രാജ്യത്തിന്റെ ഭാവി കുട്ടികളുടെ കയ്യിലാണ്, അല്ലെ? അപ്പൊ അത് മാത്രല്ല, കുട്ടികളുടെ സമഗ്രമായ വികസനത്തിലൂടെ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിന് പുരോഗതി സാധ്യമാകുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സംരക്ഷണം അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. അതിനാലാണ് കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ നിയമങ്ങൾ ഇന്ന് നിലവിലുള്ളത്. അപ്പൊ നമുക്ക് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വെച്ച് നമുക്ക് തുടങ്ങാം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012, പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ് 2012. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിൻ പ്രകാരമാണ് ഈ ഒരു നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് 2012. ഇവിടെ പറയുന്ന പ്രത്യേകത, ഈ ഒരു നിയമത്തിന്റെ പ്രത്യേകത, 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് ഈ ഒരു നിയമം കണക്കാക്കുന്നത്. ഇവിടെ ലിംഗഭേദമില്ലാതെ PYQ ആണ് എടുത്തു ചോദിച്ചിട്ടുള്ള കാര്യമാണ്. 18 വയസ്സിന് താഴെയാണ് കുട്ടിയായിട്ട് കണക്കാക്കുന്നത്. അവിടെ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ പ്രത്യേക പരാമർശമില്ല. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും ഈ ഒരു നിയമം, പോക്സോ നിയമം, കുട്ടിയായിട്ട് കണക്കാക്കുന്നു. ലൈംഗിക ആക്രമണങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു നിയമമാണ് ഇത്. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി തുടങ്ങിയവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കുട്ടികൾക്ക് കഴിയണം. ഇത്തരം പ്രവർത്തികളോട് അരുത് എന്ന് പറയുന്നതിനും മാറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം റിപ്പോർട്ട് ചെയ്യണം. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസ് യൂണിറ്റോ ആണ് എന്ന് നിയമത്തിൽ വിവരിക്കുന്നു. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടാവുകയാണെങ്കിൽ വകുപ്പ് 19 പ്രകാരം റിപ്പോർട്ട് ചെയ്യണം. വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ് എന്ന് ഈ ഒരു നിയമത്തിൽ, പോക്സോ നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ CWPO എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ പോക്സോ മോണിറ്ററിംഗ് സെല്ല് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കൊണ്ടുവന്നിട്ടുള്ളത്?
വകുപ്പ് 44 പ്രകാരമാണ്. ഈ നിയമങ്ങളെല്ലാം തന്നെ വളരെയേറെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. പ്രത്യേകിച്ച് പോക്സോ ആക്ട് ഓരോ പോയിന്റ് പഠിക്കേണ്ടതാണ്. നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സുകളായി എടുത്ത് തന്നെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ നൽകിയിരിക്കുന്ന പോയിന്റ്സ് നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് ആണെന്നെങ്കിൽ അത് ആഡ് ചെയ്ത് വെച്ച് പഠിക്കുക. അല്ലാത്തവ നമുക്ക് കൃത്യമായി വേറെ നോട്ടുകൾ ഉണ്ടായിരിക്കണം. ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ തന്നത് മാത്രമേ പഠിക്കേണ്ട കാര്യമുള്ളൂ, അങ്ങനെ ചിന്തിക്കരുത്. ഈ ചാപ്റ്ററിൽ തന്നവയും നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. പോക്സോ അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സ്റ്റാർ ആണ് കേട്ടോ ഉദ്ദേശിച്ചത്, സ്റ്റാർ ആയില്ല. ഓക്കെ, എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർ ഇട്ട് വെച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. 44 വകുപ്പ് പ്രകാരം പോക്സോ ആക്ടിന്റെ 44 വകുപ്പ് പ്രകാരം പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരു നിരീക്ഷണ സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷയാണ് ഈ ഒരു നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. ഈ ഒരു നിയമത്തിന് ഇപ്പോൾ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് പിന്നീടും കുറ്റകൃത്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ശക്തമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്നത് കുട്ടികളാണ്. അപ്പൊ കുട്ടികൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, കുട്ടികളെ അശ്ലീല ചിത്രങ്ങൾ കാണിക്കൽ, ഇവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രീകരണം തുടങ്ങിയ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു നിയമപ്രകാരം ഇതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കോടതികളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നുണ്ട്. കേസ് അന്വേഷണവും വിചാരണയും ഒക്കെ ബാലസൗഹാർദ്ദപരമാക്കുക, കുട്ടികളുടെ പുനരധിവാസം, മാനസിക ആരോഗ്യം, സാമൂഹിക വികസനത്തിനു വേണ്ടി ഉത്തമ താല്പര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ്, ഇത്രയും ലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു നിയമം മുന്നിൽ നിൽക്കുന്നത്. ഇതുകൂടാതെ ഈ ഒരു നിയമപ്രകാരം കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കി നൽകുന്നു എന്നതിനോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾക്ക് വിധേയരായവർക്ക് നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുക എന്നുള്ളതും ഈ ഒരു പോക്സോ നിയമത്തിൽ ഉറപ്പുവരുത്തുന്ന കാര്യമാണ്. ഈ ഒരു നിയമത്തിൽ ഇവയെല്ലാം വിവരിക്കുന്നു. അപ്പൊ അത്രയേറെ പ്രധാനപ്പെട്ടതാണ് പോക്സോ നിയമം. കൂടുതൽ വിശദമായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഭരണഘടനയുടെ ധർമ്മങ്ങളിലേക്ക് വരികയാണ്. നിയമത്തിന്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിന് പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് നോക്കാം. ഇത് ഭരണഘടനയാണ്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഒന്നാമതായിട്ട് നമുക്ക് പറയാം, പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. മൗലിക അവകാശങ്ങളും കടമകളുമാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെ ഗവൺമെന്റിന് ഇത്രയും അധികാരങ്ങളും പരിമിതികളും ഉണ്ട് എന്നുള്ളത് അധികാര വിഭജനത്തിലൂടെയാണ് ഇവിടെ പരാമർശമാക്കുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നുണ്ട്. ഇവിടെ ആമുഖത്തിലൂടെയാണ്. അതുപോലെ തന്നെയാണ് രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു എന്ന് പരാമർശിക്കപ്പെടുന്നതും ആമുഖത്തിലാണ്, അല്ലെ? ആമുഖത്തിലൂടെയാണ് പരാമർശിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. അതായത് നീതിന്യായ പുനരവലോകനം വഴി രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് റിവ്യൂ ചെയ്തുകൊണ്ട് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. നാനത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. അപ്പൊ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൺട്രി, വലിയൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നാനത്വത്തിൽ ഏകത്വമാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ളത്. അവ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പരാമർശിച്ചിട്ടുള്ളത് ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട്, അതുപോലെ ആർട്ടിക്കിൾ 1 പരാമർശിക്കുന്നുണ്ട്. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. ഇവിടെ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വതന്ത്രമാണ്, നിഷ്പക്ഷമാണ്. അതുകൊണ്ട് തന്നെ സ്വേച്ഛാധിപത്യം നടക്കില്ല, അതുപോലെ അധികാര ദുർവിനിയോഗവും നടക്കില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരായി ഒരു സംരക്ഷണ കവചമായി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നിലകൊള്ളുന്നുണ്ട്. അങ്ങനെ ഇത്രയും ഭരണഘടനയുടെ ധർമ്മങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ ഭരണഘടന രൂപീകരിച്ചതുപോലെ തന്നെയല്ല മുന്നോട്ട് പോകുന്നത്. കാലക്രമത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മാറ്റങ്ങൾ ഉണ്ടായാൽ അതിന് തക്കതായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനും കൂടി പാകത്തിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ, നമ്മുടെ ഭരണഘടന തയ്യാറാക്കി തന്നവർ ഇതിനനുസൃതമായിട്ടുള്ള നിയമങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഭേദഗതികളിലൂടെ നമുക്ക് വേണ്ടതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടും ഭരണഘടനയിൽ വകുപ്പുകളുണ്ട്.
നമ്മുടെ ഭരണഘടന ഒരു സജീവ രേഖയായി മാറുന്നതിന് എത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് ഭരണഘടനാ ഭേദഗതി എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അതിനുശേഷം ഇവിടെ നോക്കാം, ഒന്നാമത്തെ ഭേദഗതി ഏതാണ്? 1951 ഭേദഗതിയാണ്. ഇതിൻ പ്രകാരം പട്ടികകളുടെ എണ്ണം 9 മാറി. രണ്ടാമത് ഭേദഗതി 42ാമത് ഭേദഗതിയാണ് 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആമുഖത്തിൽ മാറ്റം വരുത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതിൻ പ്രകാരം ആമുഖത്തിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിങ്ങനെ 3 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു ഭേദഗതി പ്രകാരം കൊണ്ടുവരുന്നുണ്ട്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് 42ാമത് ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1978 ഈ ഒരു ഭേദഗതി വരുന്നത്. സ്വത്തവകാശം നേരത്തെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന അവകാശമായിരുന്നു. എന്നാൽ ഇന്നത് മൗലിക അവകാശമല്ല. പിന്നീട് അത് മാറ്റി വേറൊരു വകുപ്പിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. 300A അത് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. പിന്നീട് നമുക്ക് കാണാം 73, 74 ഭരണഘടനാ ഭേദഗതികൾ 1992 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമമാണ് ഇവിടെ ഈ ഒരു ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. 86ാം ഭരണഘടനാ ഭേദഗതി 2002 വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുള്ള ഒരു ഭേദഗതിയായിരുന്നു ഈ പറഞ്ഞ 82ാമത് ഭരണഘടനാ ഭേദഗതി. അങ്ങനെ 2016 101ാം ഭരണഘടനാ ഭേദഗതി വരുന്നുണ്ട്. ചരക്കു സേവന നികുതി GST ഭേദഗതിയാണ്. GST കുറിച്ച് പരാമർശിക്കുന്ന ഭേദഗതിയാണ്. 2023 ഏറ്റവും അവസാനമായി വന്ന ഭേദഗതി ഉള്ളത്. 106ാമത്തെ ഭേദഗതിയാണ്. വനിതാ സംരക്ഷണ ബില്ലാണ് പാസ്സാക്കുന്നത്. അങ്ങനെ കാലാതീതമായി ധാരാളം മാറ്റങ്ങൾ ഭേദഗതികളിലൂടെ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഭേദഗതികൾ മാത്രമാണ്. ഇത് മാത്രമല്ല, ഒരുപാട് ഭേദഗതികളുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്, PSC ചോദിക്കാറുണ്ട്. ഇവ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയേറെ ഭേദഗതികളിലൂടെ നമ്മുടെ ഭരണഘടന ഇന്നും സജീവ രേഖയായി ഇന്നും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വരുന്നു. ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത്, ആദ്യത്തെ ഭേദഗതി എന്ന് പറയുന്നത് തൊട്ടടുത്ത വർഷം 1951 ഭേദഗതി 1 പട്ടികകളുടെ എണ്ണം 9 മാറ്റി. 1951 ഒന്നാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ 9ാം പട്ടിക കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നിട്ട്. രണ്ടാമത് നമ്മളിവിടെ പറഞ്ഞത് 42ാം ഭേദഗതിയാണ്. 1976 ഭരണഘടനാ ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ്. ഇത് നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഈ ഒരു ഭേദഗതി 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫഖറുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഈ ഒരു ഭേദഗതിയിലൂടെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു എന്നുള്ളത്. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം മാറ്റിക്കൊണ്ട് പരമാധികാര സ്ഥിതി സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അതുപോലെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഇന്റഗ്രിറ്റി എന്ന വാക്കുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ആമുഖത്തിൽ മാറ്റം വരുത്തി. അതുകൂടാതെ ഈ ഒരു ഭേദഗതി പ്രകാരം 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഭാഗം 4A കൊണ്ടുവന്നു. നമ്മൾ നേരത്തെ മൗലിക കടമകളെ കുറിച്ച് പറഞ്ഞില്ലേ, 4A എന്ന ഭാഗത്തിലാണ് മൗലിക കടമകൾ ഉള്ളത്. ഇത് കൊണ്ടുവന്നതും ഈ ഒരു ഭേദഗതിയിലൂടെയാണ്. 42ാം ഭേദഗതിയിലൂടെ ഭാഗം 3 ഉൾപ്പെടുന്ന പുതിയ അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ 31D, ആർട്ടിക്കിൾ 32A എന്നീ അനുച്ഛേദങ്ങൾ കൂടുതലായി കൊണ്ടുവരികയും ഭാഗം 4A എന്ന ഒരു ഭാഗം മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഭാഗം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം 10 മാറി. 42ാം ഭരണഘടനാ ഭേദഗതി എന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ ഈ ഒരു ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്നാണ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A ആണ്. ആർട്ടിക്കിൾ 322A, 323B എന്നിവയും ഇവിടെ
ചേർത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയാണ് ഭേദഗതി 42 എന്നുള്ളത്. അടുത്തത് 44 ഭരണഘടനാ ഭേദഗതിയാണ്. 44 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. മൊറാർജി ദേശായി ആണ്. രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഇവിടെ സ്വത്തവകാശം മൗലിക അവകാശമാക്കി അല്ലാതെയാക്കി മാറ്റുകയാണ് ചെയ്തത്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതിയാണ് 44 ഭരണഘടനാ ഭേദഗതി എന്നത്. സ്വത്തവകാശത്തെ 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ 12ാം ഭാഗത്തിൽ, ഇതേ തുടർന്ന് 12ാം ഭാഗത്തിലാണ് കൂട്ടിച്ചേർത്തത്. ആർട്ടിക്കിൾ 300A ആർട്ടിക്കിൾ 300A പിന്നീട് മാറ്റി കൂട്ടിച്ചേർത്തിട്ടുള്ളത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 9ാമത് പട്ടികയ്ക്കും മാറ്റം വരുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ കുറച്ചധികം മാറ്റങ്ങൾ ഈ ഒരു ഭേദഗതി പ്രകാരവും മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നീട് മറ്റൊന്ന് പ്രധാനപ്പെട്ടത് 73, 74ാമത് ഭേദഗതികളാണ്. 1992 കൊണ്ടുവന്നിട്ടുള്ളത്. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിച്ചത് ഈ പറഞ്ഞ 73ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 74ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം മുനിസിപ്പാലിറ്റി സംവിധാനം, നഗരപാലിക നിയമം 1992 തന്നെയാണ്. മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് നഗര തദ്ദേശ സ്വയംഭരണത്തിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭ്യമായി 74ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം. 86ാമത് ഭരണഘടനാ ഭേദഗതി പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭേദഗതിയാണ് 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുള്ള ഭേദഗതി 86 എന്ന് പറയുന്നത്. ഇതിൻ പ്രകാരം 86ാമത് ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം 3 പുതിയൊരു മൗലിക അവകാശം, ഒരു അനുച്ഛേദം, ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. ഏതാണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ആർട്ടിക്കിളാണ് 21A എന്ന് പറയുന്നത്. അനുച്ഛേദം 21A കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെ 6 മുതൽ 14 വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതി എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ചരക്ക് സേവന നികുതി GST എന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയാണ്. ഭേദഗതി 101 2016 കൊണ്ടുവന്നിട്ടുള്ള 101ാം ഭരണഘടനാ ഭേദഗതി. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 101ാമത് ഭേദഗതി എന്ന് പറയുന്നത്. തുടർന്ന് 102ാം ഭരണഘടനാ ഭേദഗതി ഉണ്ട്. 102ാം ഇവിടെ കാണാമോ? 102ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 102 പ്രകാരം ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്നുണ്ട്. SCBC ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് 102ാമത് ഭരണഘടനാ ഭേദഗതി. 103ാമത് ഭരണഘടനാ ഭേദഗതി എന്താണ് പറയുന്നത്? EWSനെ കുറിച്ചാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? EWS 103ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന EWS ആണ് കേട്ടോ. എക്കണോമിക്കലി വീക്കർ സെഷൻ ആണ് EWS. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ചിട്ടുള്ള ഭേദഗതിയാണ് 103ാമത് ഭരണഘടനാ ഭേദഗതി. 102ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് 102ാമത് ഭരണഘടനാ ഭേദഗതി. 103 പറഞ്ഞു EWS ആണ്. സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിലെ ജനങ്ങൾക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ചിട്ടുള്ള ഭേദഗതിയാണ് ഈ പറഞ്ഞ 103. 104ലേക്ക് വരുമ്പോൾ 104ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? 104ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഇതിൻ പ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലുമുള്ള സംവരണം 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നുണ്ട്. SC/ST വിഭാഗക്കാർക്ക് ലഭ്യമാകുന്ന സംവരണം 2030 ജനുവരി വരെയാണ് ദീർഘിപ്പിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉണ്ടായിരുന്ന സംവരണം 104ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ ആണോ? അപ്പൊ 104 വരെയായി. ഇനി 105ാമത് ഭരണഘടനാ ഭേദഗതി എന്താണ്? 105ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്
5 പറയുന്നത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 105. 106 നമ്മൾ പറഞ്ഞ വനിതാ സംവരണ ബിൽ പാസ്സാക്കിയിട്ടുള്ള ഭേദഗതിയാണ് 106. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ബില്ല് വരുന്ന കാര്യങ്ങളും നിയമം പാസ്സാക്കപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ പഠിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ അപ്ഡേഷൻസ് നടത്തി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുക. കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതെല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ. കാലാനുസൃതമായി ഇങ്ങനെ കാലങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയൊക്കെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനനുസരിച്ചുള്ള കൃത്യമായ മറുപടി നമ്മുടെ ഭരണഘടനയെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതിനായുള്ള ആർട്ടിക്കിളാണ് വകുപ്പ് 368 എന്നത്. വകുപ്പ് 368 പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണുള്ളത്. ഇതിൻ പ്രകാരം ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു ക്ലോസ് ഉണ്ട്. ഭരണഘടന അങ്ങനെ എല്ലാവർക്കും എല്ലായ്പ്പോഴും എളുപ്പത്തിൽ മാറ്റം വരുത്താൻ തക്ക വിധത്തിലുള്ളതല്ല. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്നൊരു ആശയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബേസിക് സ്ട്രക്ചർ ഒന്നും മാറ്റാനായിട്ട് പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന്. 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. ഈ ഒരു കേസ് പ്രകാരം, കേശവാനന്ദ ഭാരതിയുടെ കേസ് പ്രകാരം അടിസ്ഥാന ഘടകങ്ങളൊന്നും മാറ്റാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാന ഘടകങ്ങൾ മാറ്റാൻ പാടില്ല എന്ന് 1973 കേശവാനന്ദ ഭാരതി കേസ് മൂലമാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ കേസ് വന്നതോടുകൂടി, കേശവാനന്ദ ഭാരതി കേസ് വന്നതോടുകൂടി ഇന്ത്യയുടെ പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ആവാം, പക്ഷെ അത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചുകൊണ്ടാവരുത് എന്ന ഒരു വിധി പ്രഖ്യാപനത്തിലേക്കാണ് സുപ്രീം കോടതി എത്തിയത്. അതാണ് ഈ ഒരു കേസ് ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത്. അടുത്തത് വിദ്യാഭ്യാസം മൗലികാവകാശം എന്ന ഒരു ഭാഗം തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടിട്ടുള്ളത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. PYQ ആണ്, ശ്രദ്ധിക്കണം. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. 2002 86 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. നമ്മളിവിടെ പറഞ്ഞു 2002 ഭരണഘടനാ ഭേദഗതി 86 നിലവിൽ വരുന്നത്. ഇതിൻ പ്രകാരം വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇത് ഏത് ആർട്ടിക്കിളിൽ ഉറപ്പുവരുത്തുന്നു? 21A ആർട്ടിക്കിൾ 21A പ്രകാരം വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കി കൂട്ടിച്ചേർത്തു. ഈ എ എന്ന രീതിയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അമെൻമെന്റിലൂടെ വന്നിട്ടുള്ളതാണ് എന്ന്. 2009 ഓഗസ്റ്റ് 4 ഇതേ തുടർന്ന് വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഈ നിയമപ്രകാരം 6 മുതൽ 14 വയസ്സ് വരെ, വയസ്സ് ശ്രദ്ധിക്കണം, ചിലപ്പോൾ 18 വയസ്സ് വരെ 16 വയസ്സ് വരെ എന്നൊക്കെ മാറ്റി തരാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു എന്ന് ഈ ഒരു നിയമം, പ്രസ്തുത നിയമം പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ഉറപ്പുവരുത്തുന്നു. രണ്ടാമത് നമ്മൾ പറയുന്നതാണ് 42 ഭരണഘടനാ ഭേദഗതി. ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 1976 42 ഭരണഘടനാ ഭേദഗതി. ഇതിൻ പ്രകാരം ആമുഖത്തിൽ വലിയ രീതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് ഈ ഒരു ഭേദഗതിയെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടുള്ള മാറ്റം ഇതാണ്. 1976 42 ഭേദഗതി പ്രകാരം
മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. അപ്പൊ ഇവ മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ഭരണഘടന രൂപീകരണത്തിലേക്ക് എങ്ങനെ വന്നു. അതുപോലെ ഭരണഘടന രൂപീകരിച്ചു കഴിഞ്ഞാലും കാലാതീതമായി നമുക്ക് മാറ്റങ്ങൾ ആവശ്യമാണ്. അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള രീതികളും എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഭരണഘടന തന്നെ അനുശാസിച്ച് നമുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെ രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ, നടപ്പിലാക്കപ്പെടുമ്പോൾ ധാരാളം വെല്ലുവിളികളും നമ്മൾ ഇന്ന് നേരിടുന്നുണ്ട്. അവയെക്കുറിച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ള വാർത്താ തലക്കെട്ടുകൾ. നോക്കാം. രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം, സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ, മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല, ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം. അപ്പൊ ഇത്തരത്തിൽ ഈ വാർത്താ തലക്കെട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളെ കുറിച്ച്. എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾക്ക് കാരണം? ജനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഓരോ ജനവും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നിയമങ്ങളും ഒരുപോലെ എല്ലായിടത്തും പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമല്ല. അതുപോലെ ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങളും ഇത്തരം വെല്ലുവിളികൾ ഉയർത്തുന്നതിന് കാരണമാണ്. അതിനോടൊപ്പം നമുക്ക് പറയാവുന്ന ഒന്നാണ് നിയമത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ലായ്മ, നിയമങ്ങളെക്കുറിച്ചുള്ള ധാരണക്കുറവ്, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒരു പ്രശ്നമാണ്. നിയമങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവ നടപ്പിലാക്കണം. നടപ്പിലാക്കുന്നതിലെ അനാസ്ഥയും കാരണമാണ്. ഇതൊന്നും കൂടാതെ മിസ്യൂസ് ചെയ്യപ്പെടുന്നതും ഒരു കാരണമാണ്. നിയമങ്ങളുടെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് ഒരു പ്രശ്നമാണ്. നിയമങ്ങളെ വളച്ചൊടിക്കുന്നതും ഒക്കെ പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ധാരാളം വെല്ലുവിളികൾ ഇന്ന് നിയമങ്ങൾ നടപ്പിലാക്കി നല്ല രീതിയിലുള്ള ഒരു സാമൂഹിക ജീവിതത്തിന് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത്. ഇത്രയേറെ വാസ്റ്റാണ് നമ്മുടെ കൺട്രി. അതുപോലെ തന്നെ വൈവിധ്യങ്ങളാർന്ന നാടാണ് നമ്മുടേത്. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ജനതയാണ് നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായിട്ട് എന്താണ് ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എല്ലാ ജനങ്ങളെയും പരിഗണിക്കുക മാത്രമേ പറ്റുള്ളൂ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിയമങ്ങളൊന്നും രൂപീകരിക്കാൻ സാധിക്കില്ല. ഭരണഘടന പ്രകാരം എന്നാൽ നമ്മൾ ഇവയെല്ലാം തന്നെ അനുസരിക്കാൻ, പൊതു നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ്. പുതിയ നിയമങ്ങളൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളികളൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിന്റെ സ്വഭാവമാണ്. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരമായും ഒക്കെയാണ് സമീപിക്കേണ്ടത്. വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താനായി നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മൾ ഭരണഘടന നിർമ്മാണത്തിലേക്ക് എത്തി. അപ്പൊ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് നിങ്ങൾ ഇതിലൂടെ പാസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. ചെറിയ ക്ലാസ്സിലെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവയെക്കുറിച്ചെല്ലാം തന്നെ വിശദമായി നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ PYQs ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം റെഫർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.